പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വചനധ്യാനത്തിലേക്ക് സ്വാഗതം. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. യേശു കർത്താവെ നന്ദി, യേശു കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ജീസസ് ക്രൈസ്റ്റ്. അഡോർ ജീസസ് ക്രൈസ്റ്റ്. വർഷിപ്പ് യു ജീസസ് ക്രൈസ്റ്റ്. ലവ് യു ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് ലൂക്കയുടെ സുവിശേഷം ഇങ്ങനെ വായിക്കുന്നതിനിടയിൽ അതിനകത്തൊരു പാറ്റേൺ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. പത്രോസ് എന്ന പച്ച മനുഷ്യൻ്റെ ഒരു പാറ്റേൺ, ഒരു രീതി. ആദ്യം ഈ ശിഷ്യന്മാർ, അതായത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യം. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവെ, ഞാൻ പാപിയായ മനുഷ്യൻ, ആകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. കർത്താവെ, ഞാൻ പാപിയായ മനുഷ്യൻ, അതുകൊണ്ട് എന്നെ വിട്ടു പോകണമേ. അങ്ങൻ്റെ അടുത്ത് വരാൻ ഞാൻ യോഗ്യനല്ല എന്നൊരു നിലപാടായിരുന്നു വിശുദ്ധ പത്രോസിൻ്റേത്. അതായത് പത്രോസും കൂട്ടുകാരും അവർ മുക്കുവരായിരുന്ന സമയത്ത് അവർ കാലത്തും അതിൽ വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. ആ വഴിക്ക് കർത്താവ് വന്നു. അവരവരുടെ വഞ്ചി കർത്താവിന് പ്രസംഗിക്കാനായിട്ട് കൊടുക്കുകയാണ്. വഞ്ചിയിൽ നിന്നുകൊണ്ട് കർത്താവ് ജനങ്ങളെ അഭിസംബോധന ചെയ്തു. കാരണം അവിടെ അത്രയ്ക്ക് അധികം ആളുകൾ തിങ്ങിക്കൂടിയിരുന്നു. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയാണ്, നീ അകലേക്ക് മാറ്റി വലയെറിയുക. ഇവർ എക്സ്പേർട്ടാണ്. ഇവർ മീൻപിടുത്തത്തിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരാണ്. അവരൊരു ദിവസം മുഴുവൻ വലയിട്ടിട്ടും ഒന്നും കിട്ടിയില്ല. അപ്പോൾ കർത്താവ് വന്ന് അവരോട് പറയുകയാണ്, അങ്ങോട്ട് മാറ്റി വലയെറിയുക. അവരുടെ ഈഗോ പ്രശ്നം അവർക്കുണ്ടായി കാണും. എന്നാലും കർത്താവ് പറയുന്നവർ കേൾക്കുന്നു. കർത്താവ് പറഞ്ഞെടുത്ത് വലയിടുന്നു. കണ്ടമാനം മീൻ കിട്ടുന്നു. അവർക്ക് ഒറ്റയ്ക്കത് വലിച്ചു കയറ്റാൻ പറ്റിയില്ല. അപ്പോൾ അവരവരുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി അത്രയും അധികം മീൻ, വല നിറയെ മീൻ, അത് വലിച്ച് കരയിലേക്ക് കയറ്റുകയാണ്. ഇത് കണ്ടപ്പോൾ പത്രോസിന് കാര്യം പിടികിട്ടി. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. എന്നിട്ട് കർത്താവ് ഒരു അടുത്തേക്ക് വരുമ്പോൾ ശിമോൻ പത്രോസ് പറഞ്ഞു, യേശുവിൻ്റെ കാൽക്കൽ വീണ് പറയുകയാണ്, ഞാൻ പാപിയായ മനുഷ്യൻ, കൊണ്ട് എന്നെ വിട്ടു പോകണമേ. ക്രിസ്തുവിനെ അറിയാത്ത മനുഷ്യൻ, ക്രിസ്തു ഇല്ലാത്തൊരു മനുഷ്യൻ്റെ അവസ്ഥ. അപ്പോൾ പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുമല്ലേ, കർത്താവിന് മുമ്പിൽ നമ്മളൊക്കെ പാപികളാണ്, അതുകൊണ്ട് നമുക്ക് രക്ഷയില്ല എന്നൊക്കെ ചിന്തിച്ച് നിരാശരാകുന്നവരൊക്കെയാണ് നമ്മൾ. എനിക്കതിന് അർഹതയില്ല, ഐ ആം എ റിച്ചഡ് പേഴ്സൺ, കർത്താവിന് എന്നോട് കോപം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ മാനുഷിക രീതിയിൽ കണക്ക് കൂട്ടുന്ന ഒരു സാധാരണ മനുഷ്യൻ. കർത്താവെ, എൻ്റെ അടുത്ത് വരരുതേ, എനിക്കതിനുള്ള യോഗ്യതയില്ല, ഞാൻ പാപിയാണ് എന്ന ഒരു ആറ്റിറ്റ്യൂഡ്. അത് കഴിഞ്ഞ് ഇവർ കർത്താവിൻ്റെ പുറകെ പോവുകയാണ്. കർത്താവ് പറയുന്ന വചനങ്ങളൊക്കെ കേൾക്കുന്നു. കർത്താവ് പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളൊക്കെ ഇവർ ഡയറക്റ്റായിട്ട് ഇവർ കാണുന്നു. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 8:20. അപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് ഉത്തരം നൽകി, നീ ദൈവത്തിൻ്റെ
ക്രിസ്തുവാണ്. ഇവിടെ കർത്താവിനെ ഏറ്റുപറയുന്ന പത്രോസ്, നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. വളരെ അസന്നിഗ്ധമായി യാതൊരുവിധ സംശയവുമില്ലാതെ പത്രോസ് ദൈവത്തെ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുകയാണ്. അതൊരു ക്രിസ്തു വന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കാണുന്നു ലൂക്ക 20:61. അതായത് കർത്താവിനെ വിചാരണ ചെയ്യാനായിട്ട് കൊണ്ടുപോവുകയാണ് ജനക്കൂട്ടം. അപ്പം അതിനു മുമ്പ് മനുഷ്യരെ കർത്താവിനെ അറിയാമല്ലോ. കർത്താവ് പത്രോസിനോട് പറയുന്നു, നീ കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ ഒറ്റിക്കൊടുക്കും. അപ്പോൾ പത്രോസ് പറയുന്നുണ്ട്, നെവർ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. അത് കഴിഞ്ഞ് ക്രിസ്തുവിനെ വിചാരണയ്ക്കായി കൊണ്ടുപോകുമ്പോൾ പത്രോസ് അകലെ അവനെ പിന്തുടർന്നു. എന്നിട്ട് 3 ആളുകൾ മാറി മാറി അവനോട് ചോദിക്കുകയാണ്, നീയും ആ കൂട്ടത്തിൽ പെട്ടവനല്ലേ? അവൻ 3 പ്രാവശ്യമേ എനിക്ക് അറിയുന്നില്ല, നിങ്ങൾക്ക് തെറ്റിപ്പോയതാണ്, ഞാൻ കർത്താവിനെ അറിയുന്നില്ലെന്ന് തള്ളിപ്പറയുന്നു. അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോഴി കൂവി. കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി, ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. അപ്പോൾ ക്രിസ്തു എൻ്റെ അടുത്ത് വരാൻ യോഗ്യതയില്ലെന്ന് ചിന്തിക്കുന്ന, ക്രിസ്തുവിനെ അറിയാത്ത ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൻ ദൈവപുത്രനാണെന്ന് ഒരു സംശയമില്ലാതെ ഏറ്റുപറഞ്ഞ ഒരു പത്രോസ്. അത് കഴിഞ്ഞ് ക്രിസ്തുവിനെ കുരിശിലേറ്റാൻ കൊണ്ടുപോകുമ്പോൾ ഇവൻ ദൈവപുത്രനാണെങ്കിൽ ഇവന് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ പത്രോസ് ചിന്തിച്ചിട്ടുണ്ടാവും. ഇവൻ ദൈവപുത്രൻ തന്നെ, ഒരു സംശയം പത്രോസിൻ്റെ ഉള്ളിൽ നേരിട്ടിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഒരു ഭീതിയും അവനെ പിടികൂടുന്നത്. അപ്പോൾ അവന് ധൈര്യം ചോർന്നു പോകും. അവൻ പറയുന്നത്, ഇവനെ ഞാൻ അറിയുകയില്ല. ക്രിസ്തുവിനെ അറിയാത്തവൻ്റെ ഭീതി, ക്രിസ്തുവിനെ അറിഞ്ഞവൻ്റെ ആഹ്ലാദവും വിശ്വാസവും, ക്രിസ്തുവിൽ നിന്ന് കുറച്ച് അകലുമ്പോഴുള്ള സന്ദേഹവും സംശയവും, ഈ 3 പത്രോസിൽ നിന്ന്, ഈ 3 അവസ്ഥകളിലുള്ള പത്രോസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളൊരിക്കലും കർത്താവിനെ വേറെ ഒരു മനുഷ്യൻ എന്ന രീതിയിലൊന്നും കാണരുത്. മനുഷ്യപുത്രൻ എന്നൊക്കെ കേട്ട് പലപ്പോഴും നമ്മൾ ദൈവം തന്നെയായ കർത്താവിനെ മനുഷ്യരുടെ പോലെ നമ്മൾ ഈക്വേറ്റ് ചെയ്യും. നമ്മുടെ യോഗ്യത കൊണ്ടൊന്നുമല്ല കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത്. നമ്മളെത്രത്തോളം ഉണ്ടെന്ന് കർത്താവിന് നന്നായി അറിയാം. നമ്മളൊരിക്കലും കർത്താവിനെ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഏതവസ്ഥയിലും നമ്മളെ ആശ്ലേഷിക്കാൻ കെൽപ്പുള്ള ദൈവപുത്രനാണ് കർത്താവ്. അതേസമയം കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ധൈര്യവും സമാധാനവും കോൺഫിഡൻസും, നീ എന്നോട് ചേർന്ന് നിന്നാൽ നീ ധാരാളം ഫലം പുറപ്പെടുവിക്കും എന്ന് പറഞ്ഞവൻ നമ്മുടെ കൂടെ പ്രവർത്തിക്കുമ്പോൾ നമ്മളവനെ സധൈര്യം ഏറ്റുപറയും. എന്നിരുന്നാലും ഇടർച്ചകളുണ്ടാകുമ്പോൾ നമ്മൾ തള്ളിപ്പറയാനും ചാൻസ് ഉണ്ട്.
അപ്പോൾ ഈ 3 കാര്യങ്ങൾ നടന്ന ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുകയാണെങ്കിൽ പേടിക്കണ്ട. കർത്താവ് എപ്പോഴും നമുക്ക് സമീപസ്ഥനാണ്. അപ്പോൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുക. കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക. ഒരിക്കലും അഹങ്കരിക്കരുത്. കാരണം കർത്താവിനോടൊപ്പം നടന്ന പത്രോസിൻ്റെ അവസ്ഥകൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ അവസ്ഥ ചിലപ്പോൾ ഇതിലും ബുദ്ധിമുട്ടേറിയതാകും. അല്ലെങ്കിൽ കർത്താവിൻ്റെ കൃപ ധാരാളമായി നമ്മുടെ മേൽ ചൊരിയപ്പെടുകയാണെങ്കിൽ നമുക്ക് ഈ വക ഇടർച്ചകളൊന്നുമില്ലാതെ തന്നെ നമുക്ക് കർത്താവിനെ അനുധാവനം ചെയ്യാൻ സാധിക്കും. അത് കർത്താവിൻ്റെ ഇഷ്ടം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.